നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 പേരുകൾ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, ഈ 3 പേരും നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അതേസമയം UDF കൺവീനർ എന്ന പദവിയിൽ നിലവിലുള്ളത് അടൂർ പ്രകാശാണ്. അദ്ദേഹം ഒരു ഈഴവ സമുദായക്കാരനാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ന്യൂനപക്ഷ അംഗമായിരിക്കും KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേൽക്കാൻ കാത്തിരിക്കുന്ന ഈ നിമിഷത്തിൽ കേരളത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഭവ വികാസത്തിനാണ് ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരായിരിക്കും പുതിയ KPCCയുടെ പ്രസിഡന്റ് എന്നതാണ്. നിലവിലെ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് പുതിയ മന്ത്രിസഭയുടെ ഭാഗമാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു അവസരത്തിൽ പാർട്ടി പ്രസിഡന്റ് എന്ന പദവിയും മന്ത്രിസ്ഥാനം എന്ന വലിയ ഉത്തരവാദിത്വവും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അതീവ ദുർഘടമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലായിരിക്കും പുതിയ ഒരു KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന പ്രോസസ് കേരളത്തിൽ വികസിക്കുക. മുഖ്യമന്ത്രി ആരാകും എന്നതിനനുസരിച്ച് തന്നെയായിരിക്കും ആരായിരിക്കും അടുത്ത KPCC പ്രസിഡന്റ് എന്ന തീരുമാനം ഉണ്ടാകുക. എന്നാലും ഈ സ്ഥാനത്തേക്ക് സജീവമായി നിലവിൽ 4 പേരാണ് സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ എന്നീ 4 MP-മാരാണ്. രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ KPCC പ്രസിഡന്റ് എന്ന വലിയ ഉത്തരവാദിത്വം ഇപ്പറഞ്ഞ 4 പേരിൽ ആർക്കായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ്. നമുക്കിതിന്റെ സാധ്യതകളെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ബെന്നി ബെഹനാനെ കുറിച്ച് തന്നെയാണ്. അദ്ദേഹം മുമ്പ് UDFന്റെ കൺവീനർ ആയിരുന്നു. ആ ഒരു പ്രവൃത്തി പരിചയം ഈ സ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹത്തിന് കൂടുതൽ സാഹചര്യമുണ്ട് എന്നാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഘടകകക്ഷികളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ ദീർഘകാലമായിട്ടുള്ള ആത്മബന്ധം, അതിനൊക്കെ പുറമെ AICC ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാലിന്റെ പിന്തുണ കൂടി ഉണ്ടാവുന്നതോടെ ഈ ഒരു സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ബെന്നി ബെഹനാന് തന്നെയാണ്. 2ാം സ്ഥാനത്തുള്ളത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ എന്നാൽ നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിൽ യുവാക്കളുടെ സപ്പോർട്ടുള്ള കോൺഗ്രസിലെ ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം ഒരു ന്യൂനപക്ഷ പ്രതിനിധി എന്നതിനപ്പുറം സംസ്ഥാനത്ത് ഉടനീളം ആളുകളിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവിനെ തെരഞ്ഞെടുത്താൽ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ താഴെത്തട്ടിൽ അത് വലിയ രീതിയിലുള്ള ആവേശമായിരിക്കും ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 3ാം സ്ഥാനത്തുള്ളത് കൊടിക്കുന്നിൽ സുരേഷാണ്. ദളിത് പ്രാതിനിധ്യത്തിന് ഏതെങ്കിലും രീതിയിൽ പരിഗണന നൽകിയാൽ ഒരു സംശയവും വേണ്ട, സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡ് ആദ്യം നിർദ്ദേശിക്കുന്ന പേര് കൊടിക്കുന്നിൽ സുരേഷിന്റെ തന്നെയായിരിക്കും. ഇതിനോടകം തന്നെ AICC അധ്യക്ഷൻ കൂടിയായ മല്ലികാർജുൻ ഖാർഗെയുമായിട്ട് അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഈ ഒരു പദവിയിലേക്ക് എത്താൻ വ്യക്തിപരമായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4ാം സ്ഥാനത്തുള്ളത് പത്തനംതിട്ട MP കൂടിയായ ആന്റോ ആന്റണിയാണ്. കഴിഞ്ഞ തവണ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തിൽ അവസാന ഘട്ടം വരെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ഒരു പേരായിരുന്നു ആന്റോ ആന്റണി. അതുകൊണ്ട് തന്നെ ആ ഒരു മുൻഗണന അദ്ദേഹത്തിന് ഇത്തവണ ഉണ്ടായേക്കാമെന്നും വിവരം ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് പദവിയാണെങ്കിലും അതിലേക്ക് അംഗീകരിക്കുക, അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക എന്നൊക്കെ പറയുന്നതിന് അതിൽ പല സമവാക്യങ്ങളുണ്ട്. സാമൂഹിക സമവാക്യങ്ങളുണ്ട്, മത രാഷ്ട്രീയ സമവാക്യങ്ങളുണ്ട്. അതൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ ഇത്തരം സമവാക്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. അത് കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന 3 പേരുകൾ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, ഈ 3 പേരും നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അതേസമയം UDF കൺവീനർ എന്ന പദവിയിൽ നിലവിലുള്ളത് അടൂർ പ്രകാശാണ്. അദ്ദേഹം ഒരു ഈഴവ സമുദായക്കാരനാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ന്യൂനപക്ഷ അംഗമായിരിക്കും KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുമ്പ് ക്രിസ്ത്യൻ വിഭാഗത്തെ അകറ്റുന്നു, മാറ്റി നിർത്തുന്നു എന്നുള്ള ചെറിയൊരു പരാതിയുടെ പുറത്താണ് സണ്ണി ജോസഫിനെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചതെന്ന് പറയപ്പെടുന്നു. അത്തരമൊരു സമവാക്യം തന്നെയാണ് ഇത്തവണയും ആവർത്തിക്കപ്പെടാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും പാർട്ടിയെ കെട്ടുറപ്പോടെ ഐക്യത്തോടെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവായിരിക്കും
ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കോൺഗ്രസിനെ കെട്ടുറപ്പോടെ ശക്തിയോടെ മുന്നോട്ട് നയിക്കാൻ ഈ 4 പേരിൽ ആര് വരണമെന്നാണ് വ്യക്തിപരമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇനി ഈ 4 പേരുമല്ല ഒരു പുതിയ മുഖത്തെയാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.